ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയും ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പഞ്ചസാര, അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര പാൻ ഉണ്ടാക്കുന്നത് ഒരു 1 സ്ട്രിങ് കണ്ടീഷനിലാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് ഫുള്ള് മെൽറ്റായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഈ പഞ്ചസാര പാനി ഇരിക്കുന്നതോറും കട്ടിയാകാതെ ഇരിക്കാനും ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കീപ്പ് ചെയ്യാൻ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര്, ഒരു മുറി നാരങ്ങയുടെ പകുതി ഭാഗം നീര് ചേർക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 10-11 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ആ ബ്രൗൺ ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഈ പാൽപ്പൊടിയും ബ്രെഡും കൂടെ നന്നായിട്ട് എല്ലാവരും ഒരുപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഏകദേശം അതിൽ ചെറിയ രീതിയിലൊരു നനവ് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഭാഗം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചപ്പോൾ തന്നെ അത് ഏകദേശം നന്നായിട്ട് തന്നെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കുഴച്ച് ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടാണ് ഞാനിത് മാറ്റിയെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ ചെറിയ റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി ആ ഷേപ്പിലാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്കിലേക്ക് ഇട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ആ ഒരു ബ്രൗൺ കളർ കൂടി വരും, മറ്റേ സൈഡ് ഈവനായിട്ട് എല്ലാവിടെയും ഈവനായിട്ട് ആ ഒരു ബ്രൗൺ കളർ കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറിലേക്ക്, നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആകുമ്പോഴത്തേക്കും ഇത് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആകാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ക്രാക്ക് വീഴാതെ നോക്കണം. ക്രാക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ഇങ്ങനെ വെട്ട് വീണ് കിടക്കും. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയിട്ട് നേരെ തന്നെ ആ ഷുഗർ സിറപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ നേരം ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നാൽ മാത്രമാണ് ഇതിൽ മുഴുവൻ ആ മധുരം കയറിയിട്ട് കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ.